ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുഖത്ത് നോക്കി നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അപ്പൊ അത് പുള്ളിക്കാരന് മനസ്സിലാവും. 10 തലയാ തനി രാവണൻ. മുൻപ് ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. ഒരു പാവം പെങ്കൊച്ചായിരുന്നു. ഒരിക്കലും ഇവിടുത്തെ ഇളയ മകന്റെ അനുവാദം ഇല്ലാതെ അവൾ ആ മുറി കയറി. എന്നിട്ട് മുറി ക്ലീൻ ചെയ്യാൻ അവള് കയറിയത്. ആ കൂട്ടത്തില് അവിടുത്തെ അലമാര അറിയാതൊന്ന് തുറന്നു. അലമാരിക്കകത്ത് അകത്ത് ഇത്ര നീളമുള്ള ഇരട്ടക്കുഴൽ തോക്ക്. ഈ ഇരട്ടക്കുഴൽ തോക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ഒറ്റ വെടി വെച്ചാ മതി. ഒരു ഉണ്ട മുറിഞ്ഞ് 2 കുഴലിലൂടെ വന്ന് ദേഹത്തിന്റെ 2 ഭാഗത്ത് ഒരേ സമയം തുളച്ചു കയറും. ഉദാഹരണത്തിന് തന്റെ ഒരു കാലിലാണ് വെടിവെച്ചെന്ന് വിചാരിക്കുക. ഒരു കാലിൽ വെടിവെച്ചാ മതി, 2 കാലിലും ബുള്ളറ്റ് കയറും. എന്നിട്ട് ആ പെങ്കൊച്ചിന് എന്തു പറ്റി? പറയാം. അവൾ ആ തോക്കിൽ കൈവച്ചു. എന്നും പറഞ്ഞ ഒറ്റ അടി. അവള് താഴെ വീണു. തിരിഞ്ഞു നോക്കിയപ്പോ മുന്നിൽ ഇവിടുത്തെ രമാമ്മയുടെ ഇളയ മകൻ അഖിൽ സാറിന്റെ മാസ് എൻട്രി. ആ പെൺകുട്ടി പേടിച്ചു. അഖിൽ സാർ അവളുടെ മുടിക്കുത്തി കീറി പിടിച്ചു. ഒലിച്ചു വാരി കുത്തിയെടുത്തു. തലങ്ങനെ വിലങ്ങനെ നിലത്തും ചുമരിലിട്ടടിച്ചു. ആ പെണ്ണിന്റെ മെഡിൽ 9ാം ഘട്ട പുറത്തിയാടി. പിന്നെ അത് പ്ലേറ്റിൽ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പാവം, അതോടെ അവളുടെ ഓർമ്മശക്തി നഷ്ടായി. പിന്നെ ആരും ആ മുറിയിൽ കയറിയിട്ടില്ല. പക്ഷെ അയാളുടെ പേര് പോലും ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. പറയില്ല, അങ്ങനെ ആരും പറയില്ല. പേര് പറയാൻ പോലും ആരും ധൈര്യപ്പെടില്ല. അത്രയ്ക്ക് പേടിയാ. താൻ ചോദിക്കാനൊന്നും പോണ്ട. താൻ ചോദിച്ചു എന്നറിഞ്ഞ എന്റെ കാര്യം പോക്ക. തന്റെയും. അതുകൊണ്ട് ഇനിയൊരിക്കലും അഖിൽ സാറിന്റെ മുറി കയറരുത്. ഈ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയുകയും ചെയ്തത്. പനി എങ്ങനെയുണ്ട്? അല്പ ആശ്വാസമുണ്ട്. അല്ല, നീ അമ്പൂരിക്കടുത്ത് സ്ഥലം വല്ലതും വാങ്ങിച്ചോ ഈ ഇടയ്ക്ക്? അതെ, വാങ്ങി. ഒരു 3.5 ഏക്കറുണ്ടത്. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? അതിനിപ്പോ ഇത്ര പറയാൻ എന്തിരിക്കുന്നു? സ്ഥലം വാങ്ങുന്നതും ബിസിനസ് ചെയ്യുന്നതും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ ശരി. ഞാൻ അറിഞ്ഞത് അതൊരു കൃഷിസ്ഥലമാണെന്നാണല്ലോ. ഞാനും മഹിയും കുറച്ച് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ.